നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരോടും ഒരു സോറി പറയാണ്. സാധാരണ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ വീഡിയോ ചെയ്യുന്നത് എക്സാം ഇന്നാണെങ്കിൽ തലേ ദിവസം രാവിലെ ഒരു 9 മണിക്കുള്ളിൽ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ എക്സാം നാളെയാണ് എനിക്കറിയാം. പക്ഷേ ഇതാ ഇപ്പോൾ സമയം 6 മണിയായി. ഇതുവരെ എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ഇത്രയും നേരം വളരെ തിരക്കിലായിരുന്നു. ഞാനിപ്പോൾ കൂടി വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. വീട്ടിൽ വന്ന് ഡ്രസ്സ് പോലും മാറ്റിയില്ല. ഉടനെ ഞാൻ വീഡിയോ എടുക്കാനായിട്ടിരുന്നു. നമുക്ക് പെട്ടെന്ന് ഈ കാര്യം ഡിസ്കസ് ചെയ്യാം. ഒട്ടും സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യാനത്. നമുക്ക് പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് എടുത്തിട്ട് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ മാക്സിമം ഒരു 7-8 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഞാൻ എല്ലാവരോടും സോറി പറയാണ്, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സേഷൻ സെക്കൻഡ് ഗ്രൂപ്പിന്റെ സെക്കൻഡ് ലാസ്റ്റ് പേപ്പർ അല്ലേ, നമ്മുടെ ഇന്റർമീഡിയറ്റ് സെക്കൻഡ് ഗ്രൂപ്പിന്റെ പേപ്പർ നമ്പർ 11 ഇൻഡയറക്റ്റ് ടാക്സേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇൻഡയറക്റ്റ് ടാക്സേഷനകത്ത് നമുക്ക് പഠിക്കാൻ 2 ആക്ടുകളാണുള്ളത് അല്ലേ. ഏതാണ്? ഒന്ന് നമ്മുടെ GST പറ്റിയിട്ടും ഒന്ന് നമ്മുടെ കസ്റ്റംസിനെ പറ്റിയിട്ടും. GST എന്ന് പറയുന്നത് 75% മാർക്ക്, 100 മാർക്കിൽ 75 മാർക്ക് GSTയിൽ നിന്നും ബാക്കി 25 മാർക്ക് കസ്റ്റംസിൽ നിന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ആദ്യം നമുക്ക് കസ്റ്റംസിന്റെ പാർട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. വളരെ സിമ്പിളാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ കസ്റ്റംസിന്റെ പാർട്ടുള്ളൂ. ഈ GST എന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടും നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തുടങ്ങി തന്നെ ഒരു ദിവസം ഞാൻ GSTയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GSTയുടെ വീഡിയോ ചെയ്തിട്ടാണ് തുടങ്ങിയത്. നമ്മൾ GST ചെയ്തു, FM ചെയ്തു, അക്കൗണ്ടൻസിയുടെയും ഓഡിറ്റിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, കസ്റ്റംസിൻ്റെ വീഡിയോസ് മൊത്തം ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം കസ്റ്റംസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനലോട് അത്രയ്ക്ക് ചേർന്ന് നിൽക്കുന്ന സബ്ജക്റ്റാണ് നമ്മുടെ ഈ GST കസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, കസ്റ്റംസിന് അറിയാം 25 മാർക്കാണ്. അപ്പോൾ ആ 25 മാർക്കിൽ നിന്ന് ആദ്യം എനിക്ക് തോന്നുന്നു ഒരു 7-8 മാർക്കിനോളം നമുക്ക് MCQ ചോദിച്ചു. MCQ അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്നൊക്കെയാണ് MCQ ചോദിച്ചത്. ഒരുപാട് ടഫായിട്ടുള്ള MCQs ഒന്നും അല്ല. നമ്മൾ സ്ഥിരമായിട്ട് ആവർത്തിച്ച് പറയുന്ന കുറേ ടോപ്പിക്കുകളിൽ MCQs ആയിട്ട് വരും എന്നൊക്കെ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മുടെ ബിറ്റ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളും അതുപോലെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും RTP MTP ഒക്കെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള MCQs ആയിരുന്നു കസ്റ്റംസിൽ ചോദിച്ചത്. അതിനുശേഷം കസ്റ്റംസിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള 10 പാർട്ടിട്ടുണ്ട് നമ്മുടെ കസ്റ്റംസിൻ്റെ വീഡിയോയിൽ. ആ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ച കാര്യമാണ് നമ്മുടെ കസ്റ്റംസിൽ ചോദിച്ചത്. അതായത് ഒന്നുമില്ല, കുറേ ചാർജസ് തന്നിട്ടുണ്ട്. ആ ചാർജസ് നമ്മൾ CIF FOB വാല്യൂസ് കണ്ടുപിടിക്കുക. അതിനുശേഷം കസ്റ്റം ഡ്യൂട്ടിയും IGSTയും കണ്ടുപിടിക്കാനുണ്ട്. ആ IGST ഒക്കെ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അതിൻ്റെ ഓരോ സ്റ്റെപ്പും ഓപ്ഷൻസ് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു 6-7 മാർക്കിന് എന്തോ ആണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മുടെ കസ്റ്റംസിൽ ചോദിച്ചത്. 25 മാർക്ക് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ ആ ഒരു 10 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 25 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കസ്റ്റംസിന്റെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളത്. പ്രോബ്ലം അല്ല, തിയറിയും അല്ല, എല്ലാ കാര്യങ്ങളും എൻ്റെ ടോപ്പിക്ക്. അപ്പോൾ കസ്റ്റംസിനെ പറ്റിയിട്ട് അത്രേ ഉള്ളൂ. അത് നമുക്കങ്ങ് വിടാം. എനിക്ക് തോന്നുന്നു 2 സെക്ഷൻ 5ഉം 6ഉം ആണ് കസ്റ്റംസിന്റെ സെക്ഷൻ. ബാക്കി വരുന്ന 1ഉം 2ഉം 3ഉം 4ഉം നമ്മുടെ GSTയുടെ സെക്ഷനാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആദ്യമേ തന്നെ സെക്ഷൻ 1-നകത്ത് MCQ ആണ്. ടോട്ടൽ 100 മാർക്സിന്റെ പേപ്പറിന് 25 മാർക്കാണ് MCQ. അതിൽ നമ്മുടെ GSTയിൽ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 18 മാർക്കോ 15 മുതൽ 18 മാർക്ക് വരെ എന്താണ് GSTയിൽ നിന്ന് നമ്മുടെ MCQ ചോദിച്ചത്. MCQ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റംസിൽ പറഞ്ഞതുപോലെ ഒത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റൻ ഒന്നുമല്ല. അത്യാവശ്യം നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് MCQ ചോദിച്ചത്. വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റൻ ഒന്നും അല്ല. അതിനുശേഷം സെക്ഷൻ 2-ലും 3-ലും 4-ലും 4 സെക്ഷനാണ്, അത് 3 സെക്ഷനാണ് ബാക്കിയുള്ളത്. അതിൽ ആ 2ഉം 3ഉം ചോദിച്ചത് 15 മാർക്കാണ് ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യത്തെ 15 മാർക്കിന് പ്രോബ്ലം ഓർ തിയറി, അടുത്ത 15 മാർക്കിന് പ്രോബ്ലം ഓർ തിയറി. ഇങ്ങനെയാണ് സെക്ഷൻ 2ഉം 3ഉം ചോദിച്ചത്. ഓക്കെ, ഈ പ്രോബ്ലംസ് ചിലതിനകത്ത് 2 പ്രോബ്ലംസ്, ചിലതിനകത്ത് 1 പ്രോബ്ലം, 8 മാർക്കിൻ്റെയോ 7 മാർക്കിൻ്റെയോ വെച്ച് 2 പ്രോബ്ലംസ് വെച്ചിട്ടൊക്കെയാണ് 2 സെക്ഷനകത്ത് ചോദിച്ചത്. ഇനി നമ്മുടെ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് ഏത് സെക്ഷനിൽ ഏത് പ്രോബ്ലംസ് ആണെന്ന് പറയാൻ ഓർമ്മയില്ല. കാരണം ഞാൻ ഒരുപാട് പേര് ചോദിച്ചു, നമ്മുടെ പിള്ളേരെ ഒരുപാട് പേര് മറന്നുപോയി. നമുക്ക് ചോദിച്ച പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള പ്രോബ്ലം ചോദിച്ചു. ഇതിൽ പ്ലേസ് ഓഫ് സപ്ലൈ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റൻ ആയിരുന്നു. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒട്ടും ട്രിക്കി അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ പ്ലേസ് ഓഫ് സപ്ലൈ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന സാധനത്തിൻ്റെ ഒരു ചെറിയ ഒരു എന്താണ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോജിക്ക് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന സാധനമായിരുന്നു ആ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ക്വസ്റ്റ്യൻ. ടൈം ഓഫ് സപ്ലൈയും വാല്യൂ ഓഫ് സപ്ലൈൻ്റെ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കുഴപ്പമില്ല, എങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. GSTയുടെ പേപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ പേര് പറഞ്ഞു ടഫാണ്, കുറേ പേര് പറഞ്ഞു കുഴപ്പമില്ല എന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ GST ഒത്തിരി ടഫൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഞാനത് ഭയങ്കരമായിട്ട് വിയർക്കുന്നു. റൂമിൽ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് വന്നുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണം കൂടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വിയർക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സെക്ഷൻ 2-ലും 3-ലും പ്രോബ്ലംസ് ചോദിച്ചു. അതിനുശേഷം സെക്ഷൻ 4-ൽ ചോദിച്ചിരിക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു 15 മാർക്കിനാന്ന് തോന്നുന്നു. 15 മാർക്കിന് കമ്പൽസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട പ്രോബ്ലം ആയിരുന്നു. അത് ചോദിച്ചത് ടൂർ ഓപ്പറേറ്ററുടെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ടൂർ ഓപ്പറേറ്റർ സർട്ടൻ പെർസെൻറ്റേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റൻ അല്ലേ. ആ മോഡലൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ട് ചോദിച്ചത്.
അതിനുശേഷം എല്ലാത്തിനെയും പോലെ ലാസ്റ്റ് ഷോർട്ട് എസ്സേ, അതായത് എനിക്ക് തോന്നുന്നു 4 ഓപ്ഷൻസോ 3 ഓപ്ഷൻസോ അതെ 4 ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ 3 ആൻസർ എഴുതണം. തിയറി ആയിട്ട് ചോദിച്ചത്. അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GSTR 1, 2, 3, 3A, 6, 7 എന്നൊക്കെ പറഞ്ഞ കുറേ ഫോമുകളില്ലേ, ആ ഫോമുകൾ കറക്റ്റ് ടൈമിന് നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിൽ നടക്കേണ്ട പെനാൽറ്റീസ് എത്രയാണ്, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഒന്നാമത്തെ തിയറി ക്വസ്റ്റ്യൻ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിട്ടേൺ ഫൈനൽ റിട്ടേൺ ആണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ തിയറി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ റിട്ടേൺ ആണെന്ന് തോന്നുന്നു. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സും ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂവിൽ തന്നെ GST ആ ലോ അടിസ്ഥാനത്തിൽ അതിന്റെ ബേസിൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂവിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏതൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ്. നമ്മുടെ സെയിൽസുമായിട്ട് ബന്ധപ്പെടുന്നത്, ഇൻവേർഡ് സപ്ലൈ, ഔട്ട്വേർഡ് സപ്ലൈ, GSTയുടെ ITCയുടെ കാര്യങ്ങൾ, ഇതെല്ലാമായിട്ട് ബന്ധപ്പെടുന്ന റെക്കോർഡ്സ് എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ നമ്മുടെ ITCയുടെ പ്രോബ്ലം ചോദിച്ചു. രജിസ്ട്രേഷൻ പ്രോബ്ലം ചോദിച്ചു. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇനി കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ്റെ ആ ഒരു സ്ഥലം ഓർമ്മയില്ലേ? അതായത് നമ്മൾ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഗുഡ്സിന് ഇത്ര, സർവീസിന് ഇത്ര. അതിൽ തന്നെ ഗുഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് സ്റ്റേറ്റിൽ ഇത്ര, കുറച്ച് സ്റ്റേറ്റിൽ ഇത്ര, അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ? നമ്മുടെ ടെക്സ്റ്റിനകത്ത് രജിസ്ട്രേഷൻ്റെ അത് തുടങ്ങുമ്പോൾ തന്നെ അമെൻമെന്റ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞൊരു ടേബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, സർവീസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത്രയാണ് രജിസ്ട്രേഷൻ്റെ ഫീ, ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത്. കൂടാണ്ട് കുറച്ച് സ്റ്റേറ്റ്, എന്താണ് മണിപ്പൂർ, മിസോറാം, ത്രിപുര, നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിന് ഒരു 10 ലക്ഷം, ബാക്കി യൂണിയൻ ടെറിട്ടറിക്ക് ഒരു 20 ലക്ഷം, ബാക്കിയുള്ളവർക്ക് ഒരു 40 ലക്ഷം, അങ്ങനെ വെച്ചിട്ട് ഒരു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ആ സ്റ്റേറ്റുകൾ എന്തായാലും ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. അത് ഇന്ന് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡേയ്സ് കൗണ്ട് ചെയ്യേണ്ട അവസരങ്ങൾ വരുമ്പോൾ ലീപ്പ് ഇയർ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഏതൊരു ഇയറിനെയും /4 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 0 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. അത് ആലോചിക്കുക. ലീപ്പ് ഇയറിന്റെ ക്വസ്റ്റ്യൻസ്, ഡേയ്സ് എണ്ണാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കസ്റ്റംസിലും അതുപോലെ GSTയിലും എവിടെയെങ്കിലും ഡേയ്സ് എണ്ണിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റോ പെനാൽറ്റിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ഡേയ്സ് എണ്ണുന്ന സമയത്ത് അത് ഇയർ ലീപ്പ് ഇയർ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ലീപ്പ് ഇയർ അല്ലെങ്കിൽ ഒരു ഡേ കുറച്ച്, ലീപ്പ് ഇയർ ആണെങ്കിൽ ഒരു ഡേ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താണ്, എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും എന്നല്ല, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റൻ ആയിരിക്കും. നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക, ഒരു ക്വസ്റ്റൻ സിമ്പിളായിട്ട് ഒരിക്കലും തരില്ല. അതിനകത്ത് നമ്മളെ ട്രിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മൈന്യൂട്ട് പോയിന്റ് കാണും. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തതിന് ശേഷം ആൻസർ എഴുതാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റംസിനകത്തും GSTക്കകത്തും നൺ ഓഫ് ദ എബോ എന്ന് പറഞ്ഞ ഓപ്ഷൻ തരും. നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ തെറ്റായിട്ട് വരുന്ന ആൻസർ നമ്മുടെ ഓപ്ഷനിൽ കാണും, അതുപോലെ നൺ ഓഫ് ദ എബോയും കാണും, റൈറ്റ് ആയിട്ട് വരുന്ന ആൻസറും കാണും. അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ മിക്കപ്പോഴും ആ ഓപ്ഷനിൽ കാണുന്നുണ്ട്. നിങ്ങൾ ഓപ്ഷൻസ് ടിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി അതിനകത്ത് ഉണ്ടെന്ന് വെച്ച് അത് ടിക്ക് ചെയ്യരുത്. നന്നായിട്ട് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം ടിക്ക് ചെയ്യുക. നൺ ഓഫ് ദ എബോ ഒരു ചാൻസിൽ നിങ്ങൾ ചുമ്മാ കയറി നൺ ഓഫ് ദ എബോ ആണെന്ന് പറഞ്ഞെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നൺ ഓഫ് ദ എബോയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. വേറെ എന്താ പറയാനുള്ള, എക്സാം ഈസി ആയിരിക്കും. കസ്റ്റംസിന് 25 മാർക്ക് സ്കോർ ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മുടെ GSTയുടെ MCQന്റെ മാർക്കുകൾ സ്കോർ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ജയിക്കാനുള്ള ഏകദേശം ഒരു 30 മാർക്കോളം നമുക്ക് അതിൽ നിന്ന് പിടിക്കാൻ പറ്റും. അതിനുശേഷം ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലോജിക്കലി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ ശരി എന്താണോ അത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബെസ്റ്റിൽ പ്രസൻറ്റ് ചെയ്യുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തിയറി കമ്പൽസറി ആയിട്ടുള്ളത് അറ്റൻഡ് ചെയ്യുക. വേറെ എന്താ പറയാനുള്ളൊന്നുമില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ പഠിച്ചല്ലേ, ഒരു വർഷം പഠിച്ചതാണ് നമ്മൾ GST. നമ്മൾ എന്തായാലും എഴുതും, എന്തായാലും പാസ്സാവും. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമുക്കിനി ചെയ്യാൻ ഏതാണ് 2 വീഡിയോസ് മാത്രമേ ഉള്ളൂ. 2 വീഡിയോസും കൂടെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ്, എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അത് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ ആ വീഡിയോ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ലേറ്റ് ആണ്, ഞാൻ നിങ്ങളോട് എല്ലാവരും സോറി ചോദിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.